ആ പൊന്നുമോനെ നീ എന്നെ പോലെ യവനെ പോലെ ആക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോനുടനെ പറയുന്നു ലാ തജ്അൽനി മിസ്ല, അല്ലാഹു എനിക്ക് അവനെ പോലെ ആകണ്ട. അത്ഭുതമല്ലേ? കുറച്ചു കഴിഞ്ഞതുവഴി ഒരു പെണ്ണിനെ കൊണ്ടുപോയി, ഒരു കിളവിയെ കൊണ്ടുപോയി. ആ കിളവിയെ ആളുകൾ അടിക്കുന്നു, തൊഴിക്കുന്നു, മർദ്ദിക്കുന്നു. ആ പെണ്ണ് അടിമപ്പെണ്ണ, കണ്ണ് കുഴിഞ്ഞ് കവളൊട്ടി, എല്ലുന്തി, വയറൊട്ടി, വികൃതമായ കോലത്തിലിരിക്കുന്ന പെണ്ണ്. ആ കിളവിയെ കൊണ്ടുപോയപ്പോൾ തള്ള പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അലി ബിനി മിസ്ലഹാ, ഈ പെണ്ണിനെ പോലെ എന്റെ മോനെ ആക്കല്ലേ അല്ലാ. ആ സമയത്ത് കുട്ടി മാറിൽ നിന്ന് വായ എടുത്തിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽനി മിസ്ലഹാ, എന്നെ എവളെ പോലെ ആക്കണേ അല്ലാ. സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. അത്ഭുതത്തോടെ ആ പെണ്ണ് കുഞ്ഞിന്റെ കക്ഷത്തിലൂടെ കൈകേറ്റിയിട്ട് കുഞ്ഞിനെ തിരിച്ചു നിർത്തിയിട്ട് മുഖത്തോട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, പൊന്നുമോനെ അത്ഭുതമല്ലേ, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? ആ സമയത്ത് ആ മകൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആദ്യം ആ പോയ സുന്ദരനായ ചെറുപ്പക്കാരൻ ജബ്ബാറുൻ, അഹങ്കാരിയാണ്. എനിക്ക് വേണ്ട, എനിക്ക് അഹങ്കാരികളെ ഇഷ്ടമില്ല. രണ്ടാമത് കൊണ്ടുപോയ പെണ്ണ്, അവള് യഖൂലൂന സറക്തി വസനൈതി, ആളുകൾ പറയുന്നു നീ വ്യഭിചരിച്ചടി, നീ വ്യഭിചരിച്ചടി, നീ മോഷ്ടിച്ചടി എന്ന് ജനങ്ങൾ പറയുന്നു. വലം തഫ്അൽ, അവൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുന്നവളാണ്, പീഡിപ്പിക്കപ്പെടുന്ന കഷ്ടപ്പെടുത്തപ്പെടുന്ന ഒരു സമൂഹത്തിനോടൊപ്പം അല്ലാഹു ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിലും മറയില്ല. അതുകൊണ്ട് മർദിദന്റെ ദുആ പടച്ചവൻ സ്വീകരിക്കും, നീ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒന്നാമത്തെ പക്ഷിയുടെ സ്വഭാവം മയിലിന്റെ അഹങ്കാരം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ പക്ഷി ഏതാ? വണ്ടി പോട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ പക്ഷി ഏതാ? മറക്കരുത്, ദീക്കുൽ, കോഴി. കോഴിയുടെ സ്വഭാവം എന്താ? കോഴിയുടെ സ്വഭാവം എന്താ? സാധാരണ നമ്മുടെ വാളിന്റെ മജ്‌ലിസിലൊക്കെ മുമ്പിൽ കുറെ കൊച്ചു മക്കളുണ്ടാവും. അവരൊക്കെ അപ്പൊ അവിടെ പോയി നിൽക്കാം. ആ മക്കളുടെ അടുത്ത് ചോദിച്ചാൽ അവര് അപ്പൊ തന്നെ വിളിച്ചു പറയും കോഴിയുടെ സ്വഭാവം എന്താ. യുവാക്കളോട് ചോദിക്കാൻ പറ്റൂല, അവര് പറയുന്നതിൽ അല്പം കൂടി എരിവും പുളിയൊക്കെ ഉണ്ടാവും. കോഴിയുടെ സ്വഭാവം എന്താണ്? കോഴിയുടെ സ്വഭാവം മുട്ടയിടും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ചില ആളുകളെ പറ്റി പറയും, ആളൊരു കോഴിയാ എന്ന് പറയും. ഇപ്പൊ മനസ്സിലായില്ലേ? രണ്ടാമത്തെ ജീവിയുടെ പക്ഷിയുടെ സ്വഭാവം കോഴിയുടെ വികാരമാ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കേണ്ട രണ്ടാമത്തെ സ്വഭാവമാണ് കോഴിയുടെ വികാര. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുത്ത രണ്ടാമത്തെ പക്ഷി കോഴിയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും നികൃഷ്ടമായ വികാരമുണ്ടല്ലോ, അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടത്. ചിന്തിക്കണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ വികാരത്തിന് വല്ലാത്ത ദീനുമായിട്ടുള്ള അകൽച്ച സമ്പാദിക്കുന്നതാണ്. നിങ്ങൾക്കറിയുമോ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ സുന്ദരനായ ചെറുപ്പക്കാരന് കാണാൻ ഇത്ര സുന്ദരൻ ലോകത്ത് വേറെയില്ല. അല്ലാഹു സൗന്ദര്യം കൊടുത്ത് അനുഗ്രഹിച്ച സുന്ദരനാണ്. ഇന്നൊരു സൗന്ദര്യമാണ് വിവരിക്കാൻ കഴിയൂല, വിവരണാതീതമായ സൗന്ദര്യമാണ്, പറയാൻ
നമുക്ക് കഴിയില്ല. അത്ര വലിയ സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമാണ് ആ ചെറുപ്പക്കാരനെ. വീട്ടിലെ യജമാനത്തി മാടി വിളിക്കുകയാണ്. വീട്ടിലെ യജമാനത്തി മാടി വിളിക്കുകയാണ്. അവളോ സുന്ദരിയാണ്, അക്ഷയ സുന്ദരിയാണ്. എത്ര സുന്ദരിയാണ് അപ്സരസ്. യജമാനത്തിയായ സുന്ദരി മാടി വിളിച്ചു. റൂമിന്റെ അകത്ത് കൊണ്ടുപോയി, അതിനകത്ത് കൊണ്ടുപോയി, അതിന്റെയും അകത്ത് കൊണ്ടുപോയി. അങ്ങനെ എത്രയോ റൂമുകളുടെ അകത്ത് കൊണ്ടുപോയി. പട്ടുമെത്തയുടെ ചാരത്ത് നിർത്തിയിട്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു ആ പെണ്ണ്, എന്തോ ഒരു കണ്ണാടാ നിന്റത് എന്ന് ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ അതെന്റെ കവിളിൽ നിന്ന് ഇളകി പോകാനുള്ളതല്ലേ, നീ എന്തിനാണത് മോഹിക്കുന്നത്? രണ്ടാമത് ചോദിച്ചു, വല്ലാത്ത മുടി തന്നെയാണ് നിന്റത്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതല്ലേ. മൂന്നാമത് പറഞ്ഞു, നിന്റെ മുഖപ്പിന്റെ അഴകപ്പറ വലുതാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ സുന്ദരം പറഞ്ഞു, തുറാബതും മണ്ണിനുള്ളതാണ്, ചിതലുകൾക്കുള്ളതാണ്. നാലാമത് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന ഫിറോശൽ ഹരീരി മബ്സൂത്ത്, ഇതാ പട്ടുമെത്ത വിരിച്ചിട്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിന്റെ ദാഹമൊന്ന് തീട്ടു തരുമോ? എന്റെ ശരീരത്തിന്റെ പൈതാകമൊന്ന് അടക്കി തരുമോ? എന്റെ വികാരമൊന്ന് പൂർത്തീകരിച്ച് തരുമോ? ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് തന്നെ സുന്ദരിയായ പെണ്ണിനെ ചവിട്ടി മാറ്റിയിട്ടിറങ്ങി ഓടുകയാണ്. ചിന്തിക്കണേ, ചെറുപ്പക്കാരൻ വിവാഹിതനല്ല, അവിവാഹിതനാണ്, പ്രവാസിയാണ്. ആരും അവിടെ ഇല്ല, ഒരു ഈച്ച പോലും കടന്നു വരൂല. ഈ വിളിച്ചത് തന്റെ മുതലാളിയാണ്, യജമാനത്തിയാണ്. അങ്ങനെ ഇത്രയും വ്യഭിചാരത്തിലേക്ക് നടന്നു പോകുന്ന, ആ വൃത്തികേടിലേക്ക് നടന്നു പോകാൻ ഏറ്റവും അനുയോജ്യമായ ഘട്ടത്തില് ആ പെണ്ണിനെ വകഞ്ഞു മാറ്റിയിട്ട് ആ ചെറുപ്പക്കാരൻ പുറത്തു ചാടുകയാണ്. പെണ്ണോടി വന്ന ആ പയ്യന്റെ, ചെറുപ്പക്കാരന്റെ, സുന്ദരന്റെ കുപ്പായത്തിലൊരു പിടിപിടിച്ചു. അത് കീറി എറിഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഓടി പുറത്തിറങ്ങി. എന്നിട്ട് പറഞ്ഞു, മഅദല്ലാ, അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. ആരാണ് ആ ചെറുപ്പക്കാരൻ എന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ കഥ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അഹ്സനുൽ ഖസസ്, അതാണ് അടിപൊളി ചരിത്രം, അതാണ് ഏറ്റവും നല്ല ചരിത്രം, അതാണ്. 1000ഓളം ചരിത്രങ്ങൾ ഖുർആൻ പറയുമ്പോ അതിലേറ്റവും നല്ല ചരിത്രം യാക്കൂബ് നബിയുടേതല്ല, മഹാനായ ഇബ്രാഹിം നബിയുടേതല്ല, മഹാനായ റസൂലുള്ളാഹിയുടേതല്ല. ആരുടെ ചരിത്രമാണ് ഏറ്റവും നല്ല ചരിത്രം എന്നറിയുമോ? മഹാനായ ശുഐബ് നബിയുടേതല്ല. ഈ ചെറുപ്പക്കാരന്റെ ചരിത്രമാണ് അഹ്സനുൽ ഖസസ് എന്നല്ല പറഞ്ഞത്. ഒരു അധ്യായം തന്നെ ആ ചെറുപ്പക്കാരന് വേണ്ടി മാറ്റിവെച്ചു. വികാരത്തോട് വിട പറഞ്ഞ ചെറുപ്പക്കാരൻ ആരെന്നറിയോ? മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ഖുർആൻ ഏതെങ്കിലും ഒരു പ്രവാചകനെ പറ്റിയിട്ട്, നമ്മുടെ റസൂലുള്ളാഹിയെ പറ്റി പോലും പല സ്ഥലങ്ങളിലായിട്ടാണ് ചരിത്രങ്ങൾ പറയുന്നത്. നമ്മുടെ പ്രവാചകന്റെ പേര് പറയുന്ന 4 സ്ഥലങ്ങളിലാണ്. 136 പ്രാവശ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞു. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പല അധ്യായങ്ങളിലാണ്. ഖസസിൽ, യാസീനിൽ, ഇബ്രാഹിമിൽ, അംബിയായിൽ, ഹൂദിൽ, യൂസുഫിൽ, ഇബ്രാഹിമിൽ, റഅദിൽ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളില് ഓരോ ചരിത്രങ്ങൾ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതൊരു പ്രവാചകന്റെ ചരിത്രം A to Z ഒരു അധ്യായത്തിൽ ഒതുക്കിയോ ആ അധ്യായമാണ് സൂറത്ത് യൂസുഫ്. മാത്രമല്ല, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഴുവനും ആ അധ്യായത്തിലൂടെ പടച്ചതമ്പുരാൻ പ്രതിപാദിക്കുകയുണ്ടായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമുക്ക് കഴിയണ്ടേ ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ കൂടെ പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടി നടക്കുക നമ്മൾ, അല്ലേ? പള്ളിയിൽ കൂടെ. ഞാൻ ഒരു കാര്യം പറയും, ഞാൻ ഒരു സ്ഥലത്ത് വാഴ് പറയുമ്പോൾ പിറ്റേ കൊല്ലം വാഴ് പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷയിൽ ഒരു സ്ഥലത്ത് വാഴ് പറഞ്ഞിട്ടില്ല. ഒരു പ്രതീക്ഷയില്ല, അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ നമ്മുടെ പള്ളികളിൽ ഇന്ന് ഈ അടുത്ത സമയത്ത് ഒരാളൊരു ലേഖനം എഴുതിയിരിക്കുന്നു, പടച്ചവനെ വായിച്ചിട്ട് എനിക്ക് ചിരിയാവുന്നേ. ഒരു ചോദ്യം, എന്തുകൊണ്ട് പള്ളിയിലെ പ്രസിഡന്റായ ഒരു പെണ്ണിനെ എടുക്കുന്നില്ല? ബാക്കിയല്ല. ഒരു മഹല്ലിലെ പ്രസിഡന്റായ ഒരു പെണ്ണിനെ എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇതൊക്കെ അങ്ങോട്ട് സംശയം വരും. ശരിയാണല്ലടാ. ഞാൻ ചോദിക്കട്ടെ, 1,24,000 പരം വരെ നമ്പിയാ മുർസലീങ്ങൾ വന്നു, നബിമാര് വന്നു. ഇതുവരെയെങ്കിലും ഒരു നബിച്ചി വന്നോ? എവിടെയെങ്കിലും
ഒരു നബി അള്ളാഹു ഒരു പെണ്ണായിട്ട് ഏതെങ്കിലും ഒരു നബി അള്ളാഹ് അയച്ചിട്ടുണ്ടോ? ഇല്ല. അള്ളാഹു പെണ്ണിനൊന്ന് കൊടുത്തിട്ടുണ്ട്, മാതൃത്വം. പുരുഷനല്ല കൊടുത്തു നേതൃത്വം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശപ്പെടാൻ പാടില്ല. അത് കരണീയമല്ല, അത് ഭൂഷണമല്ല, അത് യോജിച്ചതല്ല. എന്തുകൊണ്ടല്ല എന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരവർക്ക് അർഹമായത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അല്ലേ? നിങ്ങളോട് ഭർത്താവ് പറയാൻ 3 എണ്ണം നീ പെറ്റല്ലോ, 4ാമത്തത് ഞാൻ പെറ്റോളാം. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുമോ? ശരി, നിങ്ങൾ എന്നാ അടുത്ത പ്രസവം നിങ്ങൾ നടത്തിക്കോളി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റില്ല. അള്ള പെണ്ണിന് കൊടുത്തതാണ് മാതൃത്വം. അതുകൊണ്ടാണ് 3 വട്ടം റസൂലുള്ള പറഞ്ഞു ഉമ്മയ്ക്കാണ് മഹത്വം, 4ാമത്തെ വാപ്പയ്ക്കുള്ളൂ. കാരണം എന്താ? പ്രസവിക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല, ഗർഭം ചുമക്കാനും നിന്നെ കൊണ്ട് കഴിയൂല, പാല് കൊടുക്കാനും നിന്നെ കൊണ്ട് കഴിയൂല. ഇത് 3ഉം നിനക്ക് കഴിയാത്തത് കൊണ്ട് ഈ 3 പദവിയും നിന്റെ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്തിരിക്കുകയാണ്. 4ാം സ്ഥാനമേ നിന്റെ വാപ്പയ്ക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും, നിങ്ങളുടെ ഭർത്താക്കന്മാര് മാതൃത്വം ആവശ്യപ്പെടാത്തത് പോലെ നിങ്ങൾ ആരും വീട്ടിൽ കയറി ഭരിക്കാനൊന്നും തോക്കട്ട. നിങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങി കഴിഞ്ഞോളി. നിങ്ങൾ മുത്താണ്, നിങ്ങൾ പവിഴമാണ്, നിങ്ങൾ രത്നമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വാലിഹത്തായ ഒരു പെണ്ണാണ് ഖൈറുമത്താഇ ദുനിയ അൽ മർഅത്തു സ്വാലിഹാ. അദ്ദുനിയ കുല്ലുഹാ മതാഅ. ദുനിയ മൊത്തം വിലപിടിപ്പുള്ളതാണ്. ഏറ്റവും വിലപിടിപ്പുള്ളത് മരതകമല്ല, മാണിക്യമല്ല, വൈഡൂര്യമല്ല. ഏറ്റവും വിലപിടിപ്പുള്ളത് സ്വാലിഹത്തായ സദ്വൃത്തയായ ഒരു പെണ്ണാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.